It is very hard to find a good defender who is strong and good with the ball. Very hard. ലോകപ്രശസ്ത ഇറ്റാലിയൻ ഫുട്ബോളർ പൗലോ മാൾഡിനിയുടെ വാക്കുകളാണിവ. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ എന്നറിയപ്പെടുന്ന പൗലോ മാൾഡിനി ഡിഫൻസിൽ നൽകിയ സംഭാവനകൾ ലോകമിന്നും മറന്നിട്ടില്ല. അതെ, ചരിത്രമെന്നും മുന്നേറ്റ നിരക്കാർക്ക് മാത്രമുള്ളതല്ല. ഗോളടിച്ചുകൊണ്ട് മാത്രം കാൽപന്തിൽ വിജയങ്ങൾ വന്നു ചേരുകയുമില്ല. അവിടെയാണ് ഡിഫൻഡേഴ്സ് എന്ന പടയാളികളുടെ കൂട്ടത്തിനെ വിസ്മരിക്കാൻ പാടില്ലാത്തതും. ISL ടേബിൾ ടോപ്പേഴ്സായി മഞ്ഞപ്പട നെഞ്ചും വിരിച്ച് നിലയുറപ്പിക്കുമ്പോൾ ഓരോ മലയാളികളുടെയും ഇടനെഞ്ചിലേക്ക് ഇന്ന് അവൻ കുടിയേറിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, ഹിസ് നെയിം ഈസ് മിലോസിസ് ഡ്രിങ്സിച്ച്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കപ്പിത്താൻ ഇവാൻ വുക്കോവിനോവിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ അവനെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി: ഹി ഈസ് ദി വൺ ഓഫ് ദ ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ഇൻ ISL ആൻഡ് ഹിസ് പെർഫോമൻസ് ഫോർ ദ ടീം ഈസ് എക്സലൻറ്റ്. അതെ, ഇവാൻ വുക്കോവിനോവിച്ചിനെ പോലെ ഒരു അഗ്രസീവ് കോച്ചിൻ്റെ കീഴിൽ സെൻറ്റർ ബാക്കിൽ സ്ഥിരം സാന്നിധ്യമാവാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിലോസിസിൻ്റെ വർക്ക് റേറ്റ് എത്രമാത്രം ഉയർന്നിരിക്കും. ഒറ്റ വാക്കിൽ മിലോസിസിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡിഫൻസീവ് ഡ്യൂട്ടി രക്തം ചിന്തിയിട്ടും നേടുമെന്നും ഉറക്കെ പറയുന്ന, ആരാധകരുടെ വികാരങ്ങൾക്കൊപ്പം മഞ്ഞക്കുപ്പായത്തിൽ അഭിമാനം കൊള്ളുന്ന 24-കാരൻ. അതെ, ഒരടി 9 ഇഞ്ചുകാരനായ മിലോസിസ് സെൻട്രൽ ബാക്കിൽ നടത്തിയ ഡിഫൻസീവ് കണക്കുകൾ പറയും എന്താണ് താൻ KBFCക്കെന്ന്. 9 മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ താരം 1 ഗോളും സ്കോർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവസാന 3 മത്സരത്തിൽ ക്രൊയേഷ്യൻ സെൻട്രൽ ബാക്ക് ലെസ്കോവിച്ചിനോടൊപ്പം ചേർന്നപ്പോഴേക്കും അതൊരു ഡെഡ്ലി സെൻട്രൽ ബാക്ക് കോംബോ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യപാദ മത്സരത്തിൽ മുംബൈയുടെ മൈതാനത്ത് ഏറ്റുവാങ്ങിയ തോൽവിയിലും ഏറ്റുവാങ്ങേണ്ട റെഡ് കാർഡിലും അയാൾ പകരം ചോദിച്ചത് തിരികെ വന്ന ആദ്യ മത്സരത്തിൽ തന്നെ ഹൈദരാബാദിൻ്റെ വില കുലുക്കിക്കൊണ്ടായിരുന്നു. അതാണ് മിലോസിസ്. ചെയ്തു പോയ പാപത്തിൻ്റെ പ്രായശ്ചിത്തം അയാൾ അവിടം കൊണ്ടും അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നു. മുംബൈക്കെതിരെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ജോർജ് പെരേര ഡൈസിനെ അയാൾ കത്രിക പൂട്ടി. മുംബൈയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും അയാൾ അങ്ങനെ അടിച്ചു കയറ്റി. 2-0 എന്ന സ്കോറിനെ മുംബൈയെ കെട്ടുകെട്ടിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എത്രമാത്രം ചാരിതാർത്ഥ്യം നിറഞ്ഞിരിക്കുമല്ലോ. ചിരവൈരികളായ എറ്റിക്കയുടെ വീമ്പും ചവിട്ടിയൊടിച്ച് കൽക്കത്തയിൽ ചെന്ന് അവരെ കീഴടക്കണമെങ്കിൽ ഡിഫൻസീവിൻ്റെ വർക്ക് റേറ്റ് എത്രമാത്രം ഉയർന്നിരിക്കും. അതെ, മിലോസിസും ലെസ്കോവിച്ചും അടങ്ങുന്ന സെൻട്രൽ ബാക്ക് കോംബോ അവസാന 3 മത്സരത്തിൽ ഡിഫൻസീവ് ബോക്സിന് വെളിയിൽ നിന്ന് വഴങ്ങിയതാട്ടെ ഒരൊറ്റ ഷോട്ട് മാത്രം. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ് താരത്തിൻ്റെ മെയിൻ ക്വാളിറ്റി. ഞൊടിയിടയിൽ എതിരാളിയെ ക്ലോസ് ഡൗൺ ചെയ്യുകയും ക്ലീൻ ടാക്കിൾ നടത്തി പൊസിഷനിൽ തിരികെ എത്തുന്ന അയാളെ എത്രയോ മത്സരങ്ങളിൽ നാം കണ്ടിരിക്കുന്നു. കാലുകൊണ്ടും തലകൊണ്ടും മാത്രമല്ല മുത്തേ നീ ഞങ്ങൾക്കായി പന്തു തട്ടുന്നത്, ഹൃദയം കൊണ്ടാണ് നീ മഞ്ഞക്കുപ്പായത്തിൽ നിന്റെ ഡ്യൂട്ടികൾ നിറവേറ്റുന്നത്. നന്ദി മിലോസിസ് ഫോർ എ ഗ്രേറ്റ് പെർഫോമൻസ് ഫോർ അവർ ടീം.